Design of concrete structure, Part 2, CE 304. The topic is retaining wall. I am Nidhin Nandakumar, S6 Civil. റീറ്റെയിനിങ് വാളിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. റീറ്റെയിനിങ് വാൾ എന്ന് പറയുന്നത് സംരക്ഷണ ഭിത്തിയാണ്. റീറ്റെയിനിങ് വാൾ ആർ യൂസ് ടു റിട്ടേൺ എർത്ത് ഓർ അതർ ലൂസ് മെറ്റീരിയൽസ്. ദീസ് വാൾസ് ആർ കോമൺലി കൺസിഡർ ഇൻ ദ ഫോളോയിങ് കേസ്. ഒരു 3 പ്രധാനപ്പെട്ട കേസുകളുണ്ട്. ആ 3 കേസുകൾ നോക്കാം. ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്, as abutment in the bridge construction of embankments. നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എർത്തിനെ ലെവൽ ചെയ്യും. നമ്മൾ എർത്തിനെ ലെവൽ ചെയ്യുക എന്ന് പറയുന്നത് എർത്തിൻ്റെ ഒരു നാച്ചുറൽ സ്ലോപ്പ് ഉണ്ട്, അതായത് ഒരു സ്വാഭാവികമായിട്ടൊരു സ്ലോപ്പ് ഉണ്ട് എർത്തിനെ. അതിനെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ എർത്തിനെ ലെവൽ ചെയ്യുന്നത്. ഇങ്ങനെ എർത്തിൻ്റെ നാച്ചുറൽ സ്ലോപ്പിനെ കട്ട് ചെയ്യുമ്പോഴാണ് അവിടെ മണ്ണിടിച്ചിലുണ്ടാകുന്നത്. നമ്മൾ എത്രത്തോളം മണ്ണെടുക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മണ്ണിടിച്ചിലിൻ്റെ വ്യാപ്തിയും. ഇങ്ങനെയുള്ള മണ്ണിടിച്ചിലുകൾ തടയാൻ വേണ്ടിയാണ് നമ്മൾ ഈ റീറ്റെയിനിങ് വാൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ആസ് സിവിൽ എഞ്ചിനീയേഴ്സ് നമ്മളൊരു പ്ലോട്ട് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് നമ്മൾ ലെവൽ ഡിഫറൻസ് കൊടുത്ത്, അതായത് തട്ടായിട്ട് വേണം ഒരു പ്ലോട്ട് നമ്മളെപ്പോഴും കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടി സെറ്റ് ചെയ്യാൻ. നമുക്കടുത്ത ബാക്ക് ഫിൽ എന്താണെന്ന് നോക്കാം. ദ മെറ്റീരിയൽ വിച്ച് ഈസ് റീറ്റേൺഡ് ബൈ ദ റീറ്റെയിനിങ് വാൾ ഈസ് കാൾഡ് ബാക്ക് ഫിൽ. ദ ബാക്ക് ഫിൽ എക്സർട്ട് എ പുഷ് ഓർ ലാഡർ പ്രഷർ ഓൺ ദ റീറ്റെയിനിങ് വാൾ വിച്ച് റൈസസ് ടു ഓവർടേണിംഗ്, ബെൻഡിങ് ആൻഡ് സ്ലൈഡ് ദ റീറ്റെയിനിങ് വാൾ. അടുത്തത് ടൈപ്സ് ഓഫ് റീറ്റെയിനിങ് വാൾ. ടൈപ്സ് ഓഫ് റീറ്റെയിനിങ് വാളിനകത്ത് 4 എണ്ണമാണ് ഉള്ളത്. അത് ഫസ്റ്റ് വൺ ഗ്രാവിറ്റി റീറ്റെയിനിങ് വാൾ, കാന്റിലിവർ റീറ്റെയിനിങ് വാൾ, കൗണ്ടർഫോർട്ട് റീറ്റെയിനിങ് വാൾ, ബട്ട്രസ് റീറ്റെയിനിങ് വാൾ. അതിനകത്ത് ഫസ്റ്റ് വൺ ഗ്രാവിറ്റി റീറ്റെയിനിങ് വാൾ നോക്കാം. ഗ്രാവിറ്റി റീറ്റെയിനിങ് വാളിൻ്റെ ഫിഗറാണിത്. ഇതെന്ന് പറയുന്നത് വെച്ചാൽ ഇത് മേഡ് ചെയ്തേക്കുന്നത് വെച്ചാൽ PCC അല്ലെങ്കിൽ സ്റ്റോൺ മേസണറി ആണ്. ബാക്ക് ഫിൽ ഇവിടാണ് വരുന്നത്. ഇറ്റ് ഈസ് എ ഡിസൈൻ in such that no tension is developed anywhere in the section. It is not economical for large height. ഇത് ഒട്ടും എക്കണോമിക്കൽ അല്ല. ലാർജ് ഹൈറ്റിന് ഈ ഗ്രാവിറ്റി റീറ്റെയിനിങ് വാൾ ഒട്ടും എക്കണോമിക്കൽ അല്ല. അടുത്ത ടൈപ്പാണ് കൗണ്ടർഫോർട്ട് റീറ്റെയിനിങ് വാൾ. അതിൻ്റെ ഫിഗറാണിത്. ഇത് സ്റ്റമ്മ്, ഇതാണ് കൗണ്ടർഫോർട്ട്. നമ്മളിവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ബാക്ക് ഫില്ല്. ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഹൈറ്റ് ഈസ് മോർ ദാൻ 6 to 8 മീറ്റേഴ്സ് ആണ്. ഈ ബട്ട്രസ് റീറ്റെയിനിങ് വാളും കൗണ്ടർഫോർട്ട് റീറ്റെയിനിങ് വാളും ഏകദേശം സിമിലർ ആണ്. അതായത് ഈ ബട്ട്രസ് റീറ്റെയിനിങ് വാൾ എന്ന് പറയുന്നത് ഒരു ആർക്കിടെക്ചർ സ്ട്രക്ചർ ആണ്. നമ്മൾ ഇവിടാണ് ബാക്ക് ഫിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ബട്ട്രസ് പ്രൊവൈഡ് ചെയ്യും. നമുക്ക് ഈ ഒരു പോർഷൻ വിസിബിൾ ആയിരിക്കും. എങ്കിൽ ഇവിടെ ഈ കൗണ്ടർഫോർട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യുമ്പം ഇവിടെ നമ്മൾ ബാക്ക് ഫിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഏകദേശം സിമിലർ ആണെന്ന് പറയാൻ പറ്റുന്നത്. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടൈപ്പാണ് കാന്റിലിവർ റീറ്റെയിനിങ് വാൾ. ഇത് അതിൻ്റെ സ്റ്റമ്മ്, ഇത് ഹീൽ സ്ലാബ്, ഇത് അതിൻ്റെ ടോ എൻഡ്. ഇത് അതിൻ്റെ എർത്ത് ഫില്ലാണ്. ഇതെന്ന് പറയുന്നത് വെച്ചാൽ സ്റ്റമ്മും ടോയും ഹീൽ സ്ലാബും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു കാന്റിലിവറായിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ കാന്റിലിവർ റീറ്റെയിനിങ് വാൾ എന്ന് പറയുന്നത്. ദ സ്റ്റം, ദ ഹീൽ ആൻഡ് ടോ റെസിസ്റ്റ് ദ എർത്ത് പ്രഷർ ബൈ ബെൻഡിങ്. ദിസ് വാൾ ക്യാൻ ബി എൽ ഓർ ഇൻവേർട്ടഡ് T ഷേപ്പ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് അപ് ടു 6 മീറ്റേഴ്സ് ആണ്. അടുത്തെന്ന് പറയുന്നത് ഫോഴ്സസ് ഓൺ കാന്റിലിവർ റീറ്റെയിനിങ് വാൾ ആണ്. കാന്റിലിവർ റീറ്റെയിനിങ് വാളിനകത്ത് വരുന്ന ഫോഴ്സസുകളാണ് നോക്കുന്നത്. അതിൻ്റെ ഒരു ഫിഗറാണിത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫോഴ്സസ് നോക്കാം. The lateral force PH, അതായത് due to active earth pressure acting at a height of h/3 from the base. പിന്നെ അടുത്തതെന്ന് പറയുന്നത് W1 എന്ന് പറയുന്നത് weight of earth supported on the heel slab. പിന്നെ അടുത്ത W2 ഇവിടെ weight of stem ആണ്. W3 weight of base slab. ഇനി അടുത്ത W4ഉം ഈ PPHും, ഈ രണ്ട് വെയിറ്റുകൾ നമ്മൾ ഒരു ഡിസൈൻ പ്രൊസീജിയറിനകത്ത് കൺസിഡർ ചെയ്യത്തില്ല. അതെന്ന് പറയുന്നത് നെഗ്ലക്ട് ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് വെച്ചാൽ അതിൻ്റെ വാല്യൂസ് സ്മാൾ ആയതുകൊണ്ടാണ്. ഈ W4 എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് എർത്ത് റിട്ടേൺഡ് എബോവ് ദ ടോ സ്ലാബും, ഇതെന്ന് പറയുന്നത് വെച്ചാൽ ദ പാസീവ് എർത്ത് പ്രഷർ എക്സർട്ടഡ് ഓൺ ദ വാൾ.
ഇതിലെ നമുക്ക് ഡിസൈൻ പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഇക്വേഷനുകളുണ്ട്. അത് നമുക്ക് നോക്കാം ഓരോന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, ആക്റ്റീവ് എർത്ത് ഫിൽ KA, അതായത് 1 - sin 5 / 1 + sin 5. അടുത്തതെന്ന് പറഞ്ഞാൽ പാസീവ് എർത്ത് ഫിൽ KP. പക്ഷേ ഇവിടെ പ്ലസ് മൈനസും ചെറിയ വ്യത്യാസം വരുന്നുള്ളൂ. 1 + sin 5 / 1 - sin 5. അടുത്തത് ഓവർ ടേണിംഗ് മൊമെന്റ് MO = ½ × പ്രഷർ × സെൻട്രോയിഡൽ ഡിസ്റ്റൻസ്, അതായത് ½ × Ka gamma × h² × h/3. അപ്പം ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ 1/6 Ka gamma × h³. ഇനി അടുത്തത് റെസിസ്റ്റിംഗ് മൊമെന്റ് MR, സിഗ്മ W x bar. ഫാക്ടർ ഓഫ് സേഫ്റ്റി അഗൈൻസ്റ്റ് ഓവർ ടേണിംഗ് 0.9 MR/MO. അതെന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1.4 ആണ്. അടുത്തത് ഫ്രിക്ഷണൽ ഫോഴ്സ് റെസിസ്റ്റിംഗ് സ്ലൈഡിംഗ് FR = μ സിഗ്മ W. അടുത്തതെന്ന് പറയുന്നത് ലാറ്ററൽ ഫോഴ്സ് കോസിംഗ് സ്ലൈഡിംഗ് FS = ½ × Ka gamma h². അടുത്തെന്ന് പറയുന്നത് ഫാക്ടർ ഓഫ് സേഫ്റ്റി ഫോർ സ്ലൈഡിംഗ്. നമ്മൾ നേരത്തെ നോക്കിയത് ഫാക്ടർ ഓഫ് സേഫ്റ്റി അഗൈൻസ്റ്റ് ഓവർ ടേണിംഗ് ആണ്. ഇത് അടുത്ത ഫാക്ടർ ഓഫ് സേഫ്റ്റി ഫോർ സ്ലൈഡിംഗ് ആണ്. 0.9 FR/FS. അത് ഗ്രേറ്റർ ദാൻ 1.4. അടുത്തെന്ന് വെച്ചാൽ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ. നമ്മൾ ഒരു ഡിസൈൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഈ ഒരു ഇക്വേഷനിലാണ് തുടങ്ങുന്നത്. H minimum = 1 - sin 5 / 1 + sin 5 the whole square × Q0 / gamma. അടുത്തതെന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് റീറ്റൈനിങ് വാൾ H, അതായത് സ്മാളസ്റ്റ് പ്ലസ് H minimum. H minimum ഇവിടെ നമുക്ക് കിട്ടുന്നത് ഈ H എന്ന് പറയുന്നത് ഈ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഇവിടം വരെയുള്ളൊരു ഹൈറ്റ് ആണ് H. അടുത്തതെന്ന് പറഞ്ഞാൽ ബേസ് വിഡ്ത്ത് ആണ്. അതിൻ്റെ റേഞ്ച് വെച്ചാൽ 0.4H to 0.6H ആണ്. അടുത്തത് തിക്നെസ് ഓഫ് ബേസ് സ്ലാബ് H/10 to H/15 ലെസ് ദാൻ 300 mm. അടുത്ത തിക്നെസ് ഓഫ് സ്റ്റം ദാറ്റ് ഈക്വൽ ടു 150 mm. അടുത്തതെന്ന് പറയുന്നത് ബേസ് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിൻ്റെ ഒരു ഡയഗ്രാമാണിത്. ഇത് Pmax, ഇവിടെ P minimum. Pmaxൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ W/B × 1 + 6E/B. P minimum എന്ന് പറയുന്നത് സിഗ്മ W/B × 1 - 6E/B. ഇവിടെ പ്ലസ് ഇവിടെ മൈനസ്, ആ ഒരു വ്യത്യാസമുള്ളൂ. ഈ Pmax എന്ന് പറയുന്നത് ലെസ് ദാൻ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ ആണ്. ഈ P minimum എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി നെഗറ്റീവ് ആൻഡ് കംപ്രസീവ് ഇൻ നേച്ചർ. പിന്നെ E, അതായത് ഈ 6E വരുന്ന E ഉണ്ടല്ലോ, അതെന്ന് വെച്ചാൽ എസെൻട്രിസിറ്റി ഓഫ് റിസൾട്ടന്റ് ലോഡാണ്. ആ E കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് B/2 - x bar. ഈ x bar കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് റിസൾട്ടന്റ് മൊമെന്റ് / സിഗ്മ W, അതായത് MR - MO / സിഗ്മ W. അടുത്തതെന്ന് പറയുന്നത് ഡിസൈൻ്റെ സ്റ്റെപ്പുകളാണ്. അപ്പം 8 സ്റ്റെപ്പുകളാണുള്ളത്. 8ാമത്തെ ഡീറ്റെയിലിംഗ് ആണ്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് റീറ്റൈനിങ് വാൾ ആണ്. പിന്നെയെന്ന് പറയുന്നത് ഫോഴ്സസ് ആക്ടിങ് ഓൺ റീറ്റൈനിങ് വാൾ. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി ചെക്കാണ്. വേറൊരു ചെക്കും കൂടെ ഉള്ളതെന്ന് വെച്ചാൽ പ്രഷർ ചെക്കാണുള്ളത്. ഫോർത്ത് എന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് സ്റ്റം. ഫിഫ്ത്ത് ഡിസൈൻ ഓഫ് ഹീൽ സ്ലാബ്. സിക്സ്ത് എന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് ടോ സ്ലാബ്. ഈ സെവൻത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഷിയർ കീയുടെ ഡിസൈനാണ്. അതായത് ഷിയർ കീ വരുന്നെങ്കിലാണ് നമ്മൾ ഷിയർ കീ ഡിസൈൻ ചെയ്യേണ്ടത്. അതായത് ഒരു സ്ലൈഡിങ്ങിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ ഒരു ഫെയിലിയർ ഉണ്ടാകും. അങ്ങനെയെങ്കിൽ നമ്മൾ ഷിയർ കീ പ്രൊവൈഡ് ചെയ്യണം. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡീറ്റെയിലിംഗ്. ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഡിസൈൻ എ കാൻഡിലിവർ റീറ്റൈനിങ് വാൾ ടു റീറ്റൈൻ എ ഹൊറിസോണ്ടൽ എർത്ത് എംബാങ്ക്മെന്റ് ഓഫ് ഹൈറ്റ് സ്മാളസ്റ്റ് തന്നിട്ടുണ്ട് 4 meter above the ground level. The earth backfill is having a density of 18 kN/m3. Ram തന്നിട്ടുണ്ട് 18 kN/m3. The angle of internal friction 30 degree. 5. The safe bearing capacity of the soil is 180 kN/m
മീറ്റർ ക്യൂബ്. ക്യൂ നോട്ട് തന്നിട്ടുണ്ട് 180 കിലോ നോട്ട് പെർ മീറ്റർ ക്യൂബ് തന്നിട്ടുണ്ട്. ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ സോയിൽ ആൻഡ് ദ കോൺക്രീറ്റ് ഈസ് അസ്യൂം ടു ബി 0.45. മ്യൂ 0.45 ആയിട്ട് എടുക്കണം. യൂസ് M20 കോൺക്രീറ്റ് ആൻഡ് Fe415 സ്റ്റീൽ. അതായത് FCK 20 ന്യൂട്ടൺ പെർ mm സ്ക്വയറും FI 415 ന്യൂട്ടൺ പെർ mm സ്ക്വയറും. ഫസ്റ്റ് സ്റ്റെപ്പ് ഗിവൺ ഡേറ്റാസ് ആയിരുന്നു. അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ് കോഎഫിഷ്യന്റ് ഓഫ് ആക്റ്റീവ് എർത്ത് പ്രഷർ കെയുടെ ഇക്വേഷൻ 1 മൈനസ് സൈൻ 5 ഡിവൈഡ് ബൈ 1 പ്ലസ് സൈൻ 5. 5യുടെ വാല്യൂ 30 ഗിവൺ ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അന്നേരം 0.33 കിട്ടും. അടുത്തത് മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ H മിനിമം. H മിനിമം ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ സൈൻ 5 ഡിവൈഡ് ബൈ 1 പ്ലസ് സൈൻ 5 ഹോൾ സ്ക്വയർ ഇൻറ്റു Q നോട്ട് ഡിവൈഡ് ബൈ ഗാമ. നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 1.11 കിട്ടും. അത് 1.2 മീറ്റർ ആയിട്ട് നമ്മൾ എടുക്കും. അതായത് ഈ 1.2 മീറ്റർ എന്ന് പറയുന്നത് ഈ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഈ താഴെ വരെയുള്ള ഹൈറ്റ്. അതാണ് 1.2 മീറ്റർ. ഇനി അടുത്ത ടോട്ടൽ ഹൈറ്റ് ഓഫ് റീറ്റെയിനിങ് വാൾ ക്യാപിറ്റൽ H. അതായത് സ്മാൾ എച്ച് പ്ലസ് H മിനിമം. സ്മാൾ എച്ച് ക്വസ്റ്റിനകത്ത് 4 മീറ്റർ എന്ന് ഗിവൺ ആയിട്ടുണ്ട്. പിന്നെ ഇപ്പം H മിനിമം കണ്ടുപിടിച്ച 1.2 രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ 5.2 കിട്ടും. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെ താഴെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് 1.2 മീറ്റർ. പിന്നെ അടുത്ത എന്ന് വെച്ചാൽ ബേസ് വിഡ്ത്ത് ആണ് സ്മാൾ ബി. അത് 0.4 എച്ചിനും 0.6 എച്ചിനും ഇടയിലായിരിക്കും ഉള്ളത്. അപ്പോൾ നമ്മൾ എച്ചിൻ്റെ വാല്യൂ അതായത് 5.2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എച്ചിന്. ഫസ്റ്റ് നമ്മൾ 0.4 എച്ചിനാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 2.08 എന്ന് കിട്ടും. അടുത്തത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3.12 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ബി 2.8 എന്ന് അസ്യൂം ചെയ്യും. ഈ രണ്ടിൻ്റെ ഇടയിലുള്ളൊരു വാല്യൂ. അതായത് ഈ 2.8 മീറ്റർ എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 2.8. ഇനി അടുത്തത് ലെങ്ത് ഓഫ് ടോ സ്ലാബ്. അത് 0.3B ടു 0.4B ആണ്. ബിയുടെ വാല്യൂ 2.8 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിലും ഇതിൻ്റെ ഇടയിലുള്ളൊരു വാല്യൂ എടുക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്നതിൽ നിന്ന് 0.85. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള വാല്യൂ ആണ് 0.85 എന്ന് പറയുന്നത്. ഇനി അടുത്തത് തിക്നെസ് ഓഫ് ബേസ് സ്ലാബ്. തിക്നെസ് ഓഫ് ബേസ് സ്ലാബ് എന്ന് പറയുന്നത് H/10നും H/15നും ഇടയിലായിരിക്കണം. അതും 300 മിനിമം 300 mm ആയിരിക്കണം. അപ്പം നമ്മളത് 0.5 മീറ്റർ എന്ന് അസ്യൂം ചെയ്യും. ആ തിക്നെസ് എന്ന് പറയുന്നത് ഇവിടാണ് 0.5 മീറ്റർ എന്ന് അസ്യൂം ചെയ്യുന്നത് ഈ ഡിസ്റ്റൻസ്. ഇനി അടുത്തെന്ന് പറയുന്നത് തിക്നെസ് ഓഫ് വെർട്ടിക്കൽ വാൾ ഓർ സ്റ്റം. അപ്പോൾ അതിനകത്ത് നമ്മൾ പ്രഷർ അറ്റ് ബേസ് ഓഫ് സ്റ്റം കണ്ടുപിടിക്കണം. ഹാഫ് ഗാമ ഇൻറ്റു കെ ഗാമ ഇൻറ്റു H മൈനസ് തിക്നെസ് ഓഫ് ബേസ് സ്ലാബ്. കെയുടെ ഒക്കെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. 0.33 ഇൻറ്റു 18 ഇൻറ്റു 5.2 മൈനസ് 0.5. അതായത് ടോട്ടൽ ഹൈറ്റിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് കുറയ്ക്കണം. 0.5 കുറയ്ക്കുന്നത് ആ H ആണ്, ആ വാല്യൂ ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പം 27.918 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. പിന്നെ അടുത്ത ലാറ്ററൽ ഫോഴ്സ് അറ്റ് ബേസ് ഓഫ് സ്റ്റം ഹാഫ് കെ ഗാമ ഇൻറ്റു H മൈനസ് തിക്നെസ് ഓഫ് ബേസ് സ്ലാബ് ഇൻറ്റു H മൈനസ് തിക്നെസ് ഓഫ് ബേസ് സ്ലാബ്. ഹാഫ് ഇൻറ്റു 0.33 ഇൻറ്റു 18 ഇൻറ്റു 4.7 ഇൻറ്റു 4.7 അതായത് 65.6 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ കിട്ടും. അടുത്തത് നമ്മൾ കണ്ടുപിടിക്കുന്നത് മൊമെൻ്റ് ആണ്. മൊമെൻ്റ് അറ്റ് ബേസ് ഓഫ് സ്റ്റം. അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഏരിയ വെച്ചിട്ടാണ്. അത് മൊമെന്റ് കണ്ടുപിടിക്കുന്നത്. അതായത് ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് വെച്ചാണ് നമ്മൾ മൊമെന്റ് കണ്ടുപിടിക്കുന്നത്. ഹാഫ് ഇൻറ്റു കെ ഗാമ H സ്ക്വയർ ഇൻറ്റു H/3 അതാ എഴുതിയേക്കുന്നത്. ഇവിടെ Hന്റെ വാല്യൂ നേരത്തെ പറഞ്ഞ കണക്ക് 5.2 മീറ്ററിൽ നിന്ന് ഇവിടുത്തെ ഡിസ്റ്റൻസ് കുറയ്ക്കുന്നത് 0.5 റെഡ്യൂസ് ആയിട്ടുള്ള H ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 102.73 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് കിട്ടും.
ഇനി അതിനെ അൾട്ടിമേറ്റ് മൊമെന്റ് ആക്കണം. അൾട്ടിമേറ്റ് മൊമെന്റ് ആക്കാൻ വേണ്ടി 1.5 ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം 154.17 കിലോന്യൂട്ടൺ പെർ മീറ്റർ എന്നാവും. ഇനി അടുത്തത് എംയു. എമ്മിൻ്റെ ഇക്വേഷൻ 0.138 FCK BD². ഈ ഇക്വേഷൻ എടുക്കാനുള്ള കാരണം എഫ് ഐയുടെ വാല്യൂ തന്നേക്കുന്നത് 415 ആയതുകൊണ്ടാണ്. അത് ഡി റിക്വയർഡ് എടുക്കണം. ഡി റിക്വയർഡ് എടുക്കുമ്പോഴത്തേന് റൂട്ട് ഓഫ് MU ഡിവൈഡ് ബൈ 0.138 FCK B എന്നാവും. അപ്പം അതിനകത്ത് നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേന് നമുക്ക് കിട്ടുന്നത് 240 mm എന്ന് കിട്ടും. ഇവിടെ ഒരു എഫക്റ്റീവ് കവർ നമ്മൾ അസ്യൂം ചെയ്യണം 70 mm എന്ന്. അപ്പം ടോട്ടൽ ഡെപ്ത് റിക്വയർഡ് ക്യാപിറ്റൽ D ഈക്വൽ ടു D റിക്വയർഡ് പ്ലസ് 70. അപ്പം 310 വരും. അപ്പം നമ്മൾ ഇച്ചിരി റൗണ്ട് ചെയ്ത് 350 mm മാറ്റും. ഈ 350 mm എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് 350 mm. അടുത്തതെന്ന് പറയുന്നത് ഫോഴ്സസ് ആക്ടിങ് ഓൺ റീറ്റെയിനിങ് വാൾ ആണ്. അത് നമ്മൾ ടേബിൾ വരയ്ക്കണം. അടുത്ത ഫസ്റ്റ് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ഫോഴ്സസ്. അടുത്തതെന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് കിലോ ന്യൂട്ടണിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ പൊസിഷൻ ഓഫ് ഫോഴ്സ് ഫ്രം ടോ എൻഡ്, അത് മീറ്ററിൽ. ബെൻഡിങ് മൊമെന്റ് അറ്റ് ടോ എൻഡ് കിലോ ന്യൂട്ടൺ മീറ്റർ. ഇതിൻ്റെ ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ ഓവർ ടേണിംഗ് ഫോഴ്സ് ആണ്. PAH ഒരു ഇക്വേഷൻ ഉണ്ട്, ½ K ഗാമ H². അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ½ ഇൻറ്റു 0.33 ഗാമയുടെ വാല്യൂ കെയുടെ വാല്യൂ നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിച്ചായിരുന്നു. 0.33 ഇൻറ്റു 18 ഇൻറ്റു 5.2ൻ്റെ സ്ക്വയർ. ടോട്ടൽ ഹൈറ്റ് ക്യാപിറ്റൽ H എടുക്കുന്നത്. അപ്പം 18.3 എന്ന് കിട്ടും. ഇത് ആക്ട് ചെയ്യുന്ന പറയുന്നത് H/3യിലാണ്. 5.2 ഡിവൈഡ് ബൈ 3. അപ്പം നമുക്ക് 1.733 എന്ന് കിട്ടും. അപ്പം ടോട്ടൽ ടോട്ടൽ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് സിഗ്മ MO എന്ന് പറയുന്നത് 18.3 ഇൻറ്റു 1.733 ചെയ്യുമ്പോൾ 139.159 കിട്ടും. ഇനി അടുത്തതെന്ന് പറയുന്നത് റെസിസ്റ്റിംഗ് ഫോഴ്സ് ആണ്. റെസിസ്റ്റിംഗ് ഫോഴ്സ് 3 എണ്ണമാണ് ഉള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ബാക്ക് ഫില്ല് W. പിന്നെയെന്ന് പറയുന്നത് സ്റ്റമ്മിൻ്റെ വെയിറ്റ്. പിന്നെയെന്ന് പറയുന്നത് ബേസ് സ്ലാബിൻ്റെ വെയിറ്റ്. ഈ 3 എണ്ണമാണ് ഇതിൽ വരുന്നത്. അതായത് ഫസ്റ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ബാക്ക് ഫിൽ. അതായത് ഇവിടെ ഈ ബാക്ക് ഫില്ലിൻ്റെ ഇവിടുത്തെ വെയിറ്റിൻ്റെതാണ് ചെയ്യുന്നത്. അപ്പം ബാക്ക് ഫില്ല് കാരണം ഉണ്ടാവുന്ന വെയിറ്റിൻ്റെ അതാണ്. അപ്പം W1 ഈക്വൽ ടു ഗാമ ഇൻറ്റു ഏരിയ 18 ഇൻറ്റു 1.6 ഇൻറ്റു 4.7. അതായത് ഗാമയുടെ വാല്യൂ 80 ഇൻറ്റു 1.6 ഈ ഡിസ്റ്റൻസ് 1.6 ഇൻറ്റു 4.7. അതായത് ഈ ടോട്ടൽ ഹൈറ്റ് 5.2ൽ നിന്ന് 0.5 കുറയ്ക്കുന്ന 4.7. അത് ചെയ്യുമ്പം 135.36 എന്ന് കിട്ടും. അത് ആക്ട് ചെയ്യുന്ന പറയുന്നത് 2.8 മൈനസ് 1.6/2. അതായത് ഈ ടോട്ടൽ ബേസ് ലെന്ത് 2.8 മൈനസ് 1.6/2. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്, അതായത് 135.36ഉം 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 270.72 എന്ന് കിട്ടും. അതാ റെസിസ്റ്റിംഗ് ഫോഴ്സിൻ്റെ ഫസ്റ്റ്. അപ്പം അടുത്തെന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് സ്റ്റം. വെയിറ്റ് ഓഫ് സ്റ്റം 2 എണ്ണമാണുള്ളത്. റെക്ടാങ്കുലർ പോർഷനും ഉണ്ട്, ട്രയാങ്കുലർ പോർഷനും ഉണ്ട്. റെക്ടാങ്കുലർ പോർഷനും ഉണ്ട്, ട്രയാങ്കുലർ പോർഷനും ഉണ്ട്. അപ്പം റെക്ടാങ്കുലർ പോർഷൻ്റെ എന്ന് പറയുമ്പോഴത്തേന് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ചെയ്യുന്നത് 25 ഇൻറ്റു B ഇൻറ്റു D. അപ്പോൾ 25 ഇൻറ്റു 0.15 ഇൻറ്റു 4.7. ഇതാണ് 0.15 ഇൻറ്റു 4.7 ഈ ഹൈറ്റ്. അത് ചെയ്യുമ്പം 17.625 കിട്ടും. പിന്നെ അത് ആക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ 0.85 പ്ലസ് 0.35 മൈനസ് 0.15/2. അതായത് 0.85 പ്ലസ് 0.35 മൈനസ്
0.15/2. അത് ചെയ്യുമ്പോൾ നമുക്ക് 1.125 മീറ്റർ കിട്ടും. ആ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 19.828 എന്ന് കിട്ടും. ഇനി അടുത്തത് ട്രയാങ്കുലർ പോർഷൻ ആണ്. ട്രയാങ്കുലർ പോർഷൻ ചെയ്യുന്നത് 25 ഇൻറ്റു ഹാഫ് ഇൻറ്റു 0.2 ഇൻറ്റു 4.7. അത് ആക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് 0.85 പ്ലസ് 0.35 മൈനസ് 0.15 ഇൻറ്റു 2/3 ആണ് പോർഷനിലേക്കാണ് വരുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ 0.983 എന്ന് വരും. അത് രണ്ടോ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 21.55 എന്ന് കിട്ടും. അടുത്തതെന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ബേസ് സ്ലാബ് W3. അതെന്ന് പറയുന്നത് 25 ഇൻറ്റു 2.8 ഇൻറ്റു 0.5. അത് ചെയ്യുമ്പോൾ 35 കിട്ടും. അത് ആക്ട് ചെയ്യുന്ന പറയുന്നത് 2.8/2, അതായത് 1.4. അതായത് ഈ ടോട്ടൽ ലെങ്ത് 2.8/2 ചെയ്യുമ്പോഴാണ് 1.4 കിട്ടുന്നത്. ആ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 49 കിട്ടും. പിന്നെ സിഗ്മ W, അതായത് നമുക്ക് ഇതുവരെ കിട്ടിയ വാല്യൂസ് 135.36 പ്ലസ് 17.625 പ്ലസ് 11.75 പ്ലസ് 35. നമുക്ക് ഇവിടെ നിന്ന് തൊട്ട് കിട്ടിയ വാല്യൂ 135.36 പ്ലസ് 17.625 പ്ലസ് 11.75 പ്ലസ് 35. ഇത്ര വാല്യൂ കൂടെ ആഡ് ചെയ്യുമ്പം 199.735, അതായത് സിഗ്മ W. ഇനി സിഗ്മ MR, അതായത് മൊമെൻറ്റ് അത് കണക്ക് ആഡ് ചെയ്യുമ്പം 351.098 kN എന്ന് കിട്ടും. ഇനി അടുത്തത് സ്റ്റെബിലിറ്റി ചെക്കാണ്. സ്റ്റെബിലിറ്റി ചെക്കിനകത്ത് ഫസ്റ്റ് വൺ ഓവർ ടേണിങ്ങിൻ്റെ ആണ്. ഓവർ ടേണിംഗ് എന്ന് പറയുമ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് 0.9 MR/MO, 0.9 ഇൻറ്റു 351, അതായത് മൊമെൻറ്റ് 351.098/MO എന്ന് പറയുന്നത് നമ്മൾ ആ ബോക്സിനകത്ത് കണ്ടുപിടിച്ച ഓവർ ടേണിംഗ്. അന്നേരം ഓവർ ടേണിംഗ് ഫോഴ്സിനകത്ത് നമ്മൾ കണ്ടുപിടിച്ച ബെൻഡിങ് മൊമെൻ്റ് ഉണ്ട്. സിഗ്മ MO 139.159. നമ്മളതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ 2.27 കിട്ടും. 1.4 ഗ്രേറ്റർ ആയതുകൊണ്ട് സേഫ് ആണ്. അടുത്തത് സ്ലൈഡിങ്. അപ്പം FOS FR/FS ഇൻറ്റു 0.9. അപ്പോൾ FR എന്ന് പറയുന്നത് മ്യൂ ഇൻറ്റു സിഗ്മ W. മ്യൂവിൻ്റെ വാല്യൂ ക്വസ്റ്റിന് തന്നിട്ടുണ്ടായിരുന്നു 0.45 എന്ന്, ഇൻറ്റു 199.735. അതിനകത്ത് 199.735 നമുക്കിവിടെ കിട്ടി, ബോക്സിനകത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 89.88 എന്ന് കിട്ടും. FS 18.3. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.9 ഇൻറ്റു FR/FS എന്ന് പറയുന്നത് ഈസിക്കൽ ടു 1 <1.4 എന്ന് കിട്ടും. അപ്പം ഇത് സേഫ് അല്ല, അതുകൊണ്ട് നമ്മൾ ഷിയർ കീ പ്രൊവൈഡ് ചെയ്യണം. ഷിയർ കീ ഹാസ് ടു പ്രൊവൈഡ് ടു ഇൻക്രീസ് ദ റെസിസ്റ്റൻസ് അഗൈൻസ്റ്റ് സ്ലൈഡിങ്. അടുത്തതെന്ന് പറയുന്നത് വെച്ചാൽ ബേസ് പ്രഷറാണ്. ബേസ് പ്രഷർ എന്ന് വെച്ചാൽ റിസൾട്ടൻ്റ് മൊമെൻ്റ് അറ്റ് ടോ ഈസിക്കൽ ടു MR മൈനസ് M0. അതായത് MR എന്ന് പറയുന്നത് സിഗ്മ MR, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച സിഗ്മ MR, (351.098 മൈനസ് 139.159). നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ് ഈ വാല്യൂ. ഈ രണ്ടുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേന് റിസൾട്ടൻ്റ് മൊമെൻ്റ് അറ്റ് ടോ കിട്ടും. നമ്മൾ പിന്നെ കണ്ടുപിടിക്കുന്നത് X ബാർ ആണ്. സിഗ്മ M/സിഗ്മ W. സിഗ്മ M നമുക്ക് ഇവിടുന്ന് കിട്ടി, സിഗ്മ W നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 1.05 M എന്ന് കിട്ടും. പിന്നെ എക്സെൻട്രിസിറ്റി E കണ്ടുപിടിക്കണം. E കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ B/2 മൈനസ് X ബാർ. X ബാർ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. B എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് 2.8.
2.8 ഡിവൈഡ് ബൈ 2 മൈനസ് എക്സ് ബാർ കഴിയുമ്പം 0.35 എന്ന് കിട്ടും. അപ്പം ഇമാക്സ് പിന്നെ ഇമാക്സ് കണ്ടുപിടിക്കണം. b/6 ആണ്, അതായത് 2.8/6 അത് ചെയ്യുമ്പോൾ 0.46 കിട്ടും. ഈ ലെസ് ദാൻ ഇമാക്സ് ആണ്, therefore സേഫ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാക്സിമം പ്രഷർ അറ്റ് ടോ എൻഡ്, പി മാക്സ്. അത് ആൻഡ് ഇക്വേഷൻ ആണ് σw/b ഇൻറ്റു 1+6e/b. σw ഒക്കെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച വാല്യൂസ് ആണ്. 199.73 ഡിവൈഡ് ബൈ ബി 2.8. ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 124.83 kN/m² എന്ന് കിട്ടും. അതെന്ന് പറയുന്നത് ലെസ് ദാൻ സേഫ് ബിയറിംഗ്. നമുക്ക് കിട്ടിയ വാല്യൂ 124.83 kN/m² ആണ്. ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി 180 ആണ്. സോ ഇറ്റ് ലെസ് ദാൻ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ, therefore it is okay. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ മിനിമം പ്രഷർ അറ്റ് ഹീൽ എൻഡ്. പി മിനിമം ഈസ് ഈക്വൽ ടു σw/b ഇൻറ്റു 1-6e/b. എന്ന് പറയുമ്പം അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് വെച്ചാൽ 17.83 kN/m², which is positive. Therefore no tension develop anywhere on the base slab, hence it is okay. അടുത്തതെന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് സ്റ്റം ആണ്. അപ്പം നമുക്ക് ഡി അറിയാം 350 mm ആണ്. അപ്പോൾ സ്മാൾ ഡി ഈസ് ഈക്വൽ ടു 350 മൈനസ് 70. ഈ 70 എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് കവറാണ്, അത് മൈനസ് ചെയ്യണം. അപ്പം 280 കിട്ടും. മാക്സിമം മൊമെൻ്റ് അറ്റ് ബേസ് ഓഫ് സ്റ്റം ഈസ് ഈക്വൽ ടു 154.17 kN/m. പിന്നെ നമ്മൾ MU കണ്ടുപിടിക്കണം. MU IS456 ജീലാത്തുള്ളത് ഇക്വേഷനാണ്. 0.87 FI ASTD ഇൻറ്റു 1 - AST FI/BD FCK. നമ്മളതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ASTയുടെ വാല്യൂ കിട്ടും. AST 1752.62 mm². പിന്നെയെന്ന് വെച്ചാൽ യൂസിങ് 16 mm ഡയാബാസ് സ്പേസിങ് കണ്ടുപിടിക്കാം. സ്പേസിങ് റിക്വയർഡ് ഈസ് ഈക്വൽ ടു 1000 സ്മാൾ AST ഡിവൈഡ് ബൈ ക്യാപിറ്റൽ AST. 114.72 mm കിട്ടും. നമ്മളത് 100 mm ആയിട്ട് എടുക്കും. Therefore provide 16 mm bars diabars at 100 mm center to center. പിന്നെ അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ റെയിൻഫോഴ്സ്മെൻ്റ് ആണ്. ആൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് AST ഈസ് ഈക്വൽ ടു 0.12 ഡിവൈഡ് ബൈ 1000 ഇൻറ്റു BD. 0.12 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 1000 ഇൻറ്റു 150 പ്ലസ് 300/2. അതായത് ഇത് 150 mm പ്ലസ് 350 mm ഡിവൈഡ് ബൈ 2. ആ ചെയ്യുമ്പം 300 mm² കിട്ടും. പിന്നെ യൂസ് 8 mm ഡയാബാർസ് സ്പേസിങ് കണ്ടുപിടിക്കണം. 1000 ഇൻറ്റു ഹാഫ് π/4 ഇൻറ്റു 8² ഡിവൈഡ് ബൈ 300. അപ്പം കിട്ടുന്നത് 167.55 mm. So therefore provide 8 mm diabars at 150 mm center to center. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് ഹീൽ സ്ലാബ്. നമുക്ക് ഇനി ഹീൽ സ്ലാബിൻ്റെ റീഎൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്യാം. അതിൽ 4 എണ്ണമാണുള്ളത്. M1, M2, M3, M4 എന്ന 4 മൊമെൻറ്റ്സ് ആണുള്ളത്. M1 എന്ന് പറയുന്നത് വെച്ചാൽ ഇവിടെ ബാക്ക് ഫില്ല് കൊണ്ടുണ്ടാകുന്നൊരു മൊമെൻറ്റ്. M2 എന്ന് പറയുന്നത് സ്ലാബ് കാരണം ഉണ്ടാകുന്നൊരു മൊമെൻറ്റ്. M3യും M4ഉം പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രത്തിൽ നിന്ന് കിട്ടുന്ന മൊമെൻറ്റ്സ് ആണ്. നമ്മൾ ഈ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രത്തെ രണ്ടാക്കും, ഒരു ട്രയാങ്കിളും റെക്ടാങ്കിളും ആയിട്ട് മാറ്റും. അതിൽ നിന്നാണ് M3യും M4ഉം മൊമെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ M1 നോക്കാം. M1 ഈസ് ഈക്വൽ ടു യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്. ദ യൂണിറ്റ് വെയിറ്റ് 18 ഇൻറ്റു an area
1.6 ഇവിടുത്തെ 1.6 ഇൻറ്റു ഡിസ്റ്റൻസ് ഇവിടുത്തെ മേപ്പോട്ടുള്ള ലെങ്ത് 4.7 ഇത് ആക്ട് ചെയ്യുന്നത് ഇവിടെ 1.6/2 അതായത് അതിൻ്റെ ആൻസർ 108.28 കിലോന്യൂട്ടൺ മീറ്റർ. അടുത്തത് M2 25 ഇൻറ്റു 0.5 ഇൻറ്റു 1.6 ഇൻറ്റു 1.6/2 ഇതും ഇവിടെയാണ് ആക്ട് ചെയ്യുന്നത് 1.6/2 അതിൻ്റെ ആൻസർ 16 കിലോന്യൂട്ടൺ മീറ്റർ. M3യും M4ഉം നെഗറ്റീവ് വാല്യൂസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ M3 നോക്കാം. M3 നോക്കുമ്പോൾ ഫസ്റ്റ് നമ്മളൊരു റെക്റ്റാങ്കിൾ കൺസിഡർ ചെയ്യണം. P മിനിമം ഇൻറ്റു ഈ ഡിസ്റ്റൻസ് P മിനിമം ഇൻറ്റു ആ ഡിസ്റ്റൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത് 17.83 ഇൻറ്റു 16.6 ഇൻറ്റു 16 അല്ല 1.6 ഇൻറ്റു 1.6 ഡിവൈഡ് ബൈ 2 ആൻസർ 22.8224 എന്ന് കിട്ടും. ഇനി അടുത്തത് M4 എന്ന് പറയുന്നത് നമ്മൾ ആ റെക്റ്റാങ്കിൾ ട്രയാങ്കിൾ ഏരിയ ഇൻറ്റു സെൻട്രോളൽ ഡിസ്റ്റൻസ് ആണ് M4 എന്ന് പറയുന്നത്. നമുക്ക് ഈ ഡിസ്റ്റൻസ് അറിയാം. ഇത്രയും ഡിസ്റ്റൻസ് നമുക്കറിയാം 1.6 എന്നാണ്. സോ നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. സോ നമ്മൾ ഈ ഒരു ഫുൾ റെക്റ്റാങ്കിളെ കൺസിഡർ ചെയ്തിട്ട് ഇന്റർപോളേഷൻ ചെയ്യണം. So P max minus P minimum by x is equal to 2.8 divided by 1.6. ഈ x കണ്ടുപിടിക്കാനായിട്ട് 107 ഇൻറ്റു 1.6 ഡിവൈഡ് ബൈ 2.8 61.14 കിട്ടും. Therefore M4 നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഹാഫ് ഇൻറ്റു 1.6 ഇൻറ്റു 61.14 ഇൻറ്റു 1.6/3 അതിൻ്റെ ആൻസർ 26.084 കിലോന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ M is equal to M1 plus M2 M3 M4 മൈനസ് ആയതുകൊണ്ട് മൈനസ് M3 മൈനസ് M4 that is equal to 75.868 കിലോന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ഞാൻ അൾട്ടിമേറ്റ് മൊമെന്റ് ആക്കാൻ MU is equal to 1.5 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അതിൻ്റെ ആൻസർ 113.802 കിലോന്യൂട്ടൺ മീറ്റർ. MU is equal to 0.138 FCK BD square. D ആണ് നമുക്ക് ഇവിടെ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. നമ്മൾ MU കണ്ടുപിടിച്ചു 113.802 ഇൻറ്റു 10⁶ is equal to 0.138 ഇൻറ്റു 20 ഇൻറ്റു 1000 ഇൻറ്റു D സ്ക്വയർ. അപ്പോൾ D റിക്വയർഡ് നമുക്ക് 203.05 mm എന്ന് കിട്ടും. നമ്മൾ ഈ D ചെക്ക് ചെയ്യുമ്പം D is equal to D ചെക്ക് ചെയ്യുന്ന വെച്ചാൽ D മൈനസ് D ഡാഷ് അത് ചെയ്യുമ്പോൾ നമുക്ക് 430 കിട്ടും. സോ നമ്മൾ അതിൻ്റെ മാക്സിമം വാല്യൂ വേണം നമ്മൾ എടുക്കാൻ. അപ്പം 430 mm നമ്മൾ എടുക്കും D ആയിട്ട്. സോ MU is equal to ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 0.87 FI AST D ഇൻറ്റു 1 മൈനസ് FI AST ഡിവൈഡ് ബൈ B D മൈനസ് FCK വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് AST കണ്ടുപിടിക്കുക. AST is equal to 759 mm square എന്ന് കിട്ടും. പ്രൊവൈഡ് 12 mm ഡയാബാർസ് സ്പേസിങ് പ്രൊവൈഡ് ചെയ്യണം. 1000 സ്മാൾ AST ഡിവൈഡ് ബൈ ക്യാപിറ്റൽ AST 149 കിട്ടും. നമ്മൾ റൗണ്ട് ചെയ്ത് 140 mm എടുക്കും. ദെൻ പ്രൊവൈഡ് 12 mm ഡയാബാർസ് അറ്റ് 140 mm സെൻറ്റർ ടു സെൻറ്റർ അറ്റ് ദ ടോപ്പ് ഫേസ് ഓഫ് ദ ഹീൽ സ്റ്റാബ്. പിന്നെ അടുത്തെന്ന് പറയുന്നത് AST ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ബാർ ആണ്. 0.12% ഓഫ് BD. സോ 0.12 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 1000 ഇൻറ്റു 500 600 mm സ്ക്വയർ എന്ന് കിട്ടും. യൂസ് 10 mm ഡയാബാസ് സ്പേസിംഗ് റിക്വയർഡ് ഈസ് ഈക്വൽ ടു 1000 AST ഡിവൈഡ് ബൈ ക്യാപിറ്റൽ AST ദാറ്റ് ഈസ് ഈക്വൽ ടു 130.89 കിട്ടും. നമ്മൾ 130 mm എന്ന് റൗണ്ട് ചെയ്തെടുക്കും. Therefore provide 10 mm ഡയാബാർസ് അറ്റ് 130 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിംഗ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് ടോ സ്ലാബ്. ഈ ഒരു പോർഷൻ ഇവിടെ എന്ന് പറയുന്നത് ഇവിടെ എർത്ത് ഫിൽ കാരണം ഉണ്ടാകുന്ന മൊമെൻറ്റും ഈ ഒരു പാർട്ടും
കാരണം ഉണ്ടാകുന്ന മൊമെന്റ് നമ്മൾ ഇവിടെ നെഗ്ലക്റ്റ് ചെയ്യും. ഈ ഒരു സ്ലാബ് കാരണം ഉണ്ടാകുന്ന മൊമെന്റ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ സ്മാൾ വാല്യൂ ആയിരിക്കും, നമ്മളതിവിടെ എടുക്കത്തില്ല. പിന്നെ നമ്മൾ ഈ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രത്തിനകത്ത് വരുന്നത് മാത്രമേ ഇവിടെ കൺസിഡർ ചെയ്യത്തുള്ളൂ. Therefore, minus m2 is equal to 0.85 into 92.35 into 0.85 by 2. അതിൻ്റെ ആൻസർ 33.36 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ഇനി അടുത്തത് മൈനസ് m3 ഹാഫ് ഇൻറ്റു 0.85 ഇൻറ്റു 32.48 ഇൻറ്റു 2/3 ഇൻറ്റു 0.85. അതിൻ്റെ ആൻസർ 7.822 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. അപ്പം capital M is equal to minus m2 plus minus m3. സോ എമ്മിൻ്റെ വാല്യൂ നമുക്ക് 14.81 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. നമ്മൾ അതിനെ അൾട്ടിമേറ്റ് മൊമെന്റ് ആക്കണം. എം യു ഇസിക്കൽ 1.5 ഇൻറ്റു എം ചെയ്യുമ്പോൾ 61.3 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. അടുത്തത് AST കണ്ടുപിടിക്കാനായിട്ട് എം യു ഇസിക്കൽ ടു 0.87 FI AST ഇൻറ്റു ഡി ഇൻറ്റു 1 മൈനസ് FI AST ഡിവൈഡ് ബൈ BD FCK. അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എമ്മിൻ്റെ വാല്യൂ ഒക്കെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് AST കണ്ടുപിടിക്കുക. AST 612 mm² എന്ന് കിട്ടും. സോ പ്രൊവൈഡ് 10 mm bars, spacing is equal to 1000 AST ഡിവൈഡ് ബൈ ക്യാപിറ്റൽ AST. അത് ചെയ്യുമ്പോൾ 128.33 എന്ന് കിട്ടും. നമ്മൾ റൗണ്ട് ചെയ്ത് 130 mm എന്ന് എടുക്കും. Therefore provide minimum area of 612 mm². Therefore provide 10 mm dia bars at 130 mm center to center in both direction. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഡിസൈൻ ഓഫ് ഷിയർ കീ ആണ്. നമ്മൾ സ്ലൈഡിങ് ചെക്ക് ചെയ്തപ്പം ഫെയിലിയർ വന്നായിരുന്നു. സോ നമ്മൾ ഷിയർ കീ പ്രൊവൈഡ് ചെയ്യണം. സോ ഷിയർ കീയുടെ ഡിസൈൻ ആണ് അടുത്തത്. പ്രഷർ അറ്റ് ദ ഫേസ് ഓഫ് ദ ഷിയർ കീ ഈസ് ഈക്വൽ ടു 92.35 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. നമ്മളത് കണ്ടുപിടിച്ചതാണ്. അടുത്തത് കോയിഫിഷ്യൻ്റ് ഓഫ് പാസീവ് പ്രഷർ KP ദാറ്റ്സ് ഈക്വൽ ടു 1 പ്ലസ് സൈൻ 5 ഡിവൈഡ് ബൈ 1 മൈനസ് സൈൻ 5. 5യുടെ വാല്യൂ 30 ആണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടും. ദെൻ നമ്മൾ ഡെപ്ത് ഓഫ് ഷിയർ കീ നമ്മൾ A ആണെന്ന് അസ്യൂം ചെയ്യണം. Then resistance offered by the shear key is equal to Kp into pressure at the face of the shear key into depth of shear key ആണ് 3 into 92.35 into A. That is equal to 277.05 A. Factor of safety is equal to അടുത്ത ഈ ഇക്വേഷനോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എയുടെ വാല്യൂ കിട്ടാനായിട്ട്. ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു 0.9 mu സിഗ്മ W പ്ലസ് റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ PH. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എയുടെ വാല്യൂ 118 mm എന്ന് കിട്ടും. നമ്മൾ റൗണ്ട് ചെയ്ത് 200 mm എന്നാക്കും. Therefore provide shear key of size 200 mm into 200 mm. ലാസ്റ്റ് ഡീറ്റെയിലിംഗ് ആണ്, ഫിഗർ ആണ് ഇത് രണ്ടും. ഇതിവിടെ സ്റ്റമ്മിൻ്റെ പോർഷൻ, മെയിൻ റെയിൻഫോഴ്സ്മെൻറ്റ്, ഈ ഒരു പോർഷൻ 16 mm ഡയബാർസ് അറ്റ് 100 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്. പിന്നെ അവിടെ ഡിസ്ട്രിബ്യൂഷൻ റെയിൻഫോഴ്സ്മെൻറ്റ് 8 mm ഡയബാർസ് അറ്റ് 150 mm സെൻറ്റർ ടു സെൻറ്റർ. പിന്നെ ടോപ്പ് പോർഷൻ്റെ അവിടെ 10 mm ഡയബാർസ് അറ്റ് 130 mm സെൻറ്റർ ടു സെൻറ്റർ. അവിടെ തന്നെ 10 mm ഡയബാർസ് അറ്റ് 100 mm സെൻറ്റർ ടു സെൻറ്റർ. ഈ സ്ലാബിൻ്റെ അവിടെ 12 mm ഡയബാർസ് അറ്റ് 150 mm സെൻറ്റർ ടു സെൻറ്റർ. പിന്നെ 10 mm ഡയബാർസ് അറ്റ് 100 mm സെൻറ്റർ ടു സെൻറ്റർ. പിന്നെ ഇതെന്ന് പറയുന്നത് സൈഡ് വൈസ് ആയിട്ടുള്ളൊരു വ്യൂ ആണ്. ഇവിടെ ഫസ്റ്റ് 16 mm ഡയബാർസ് അറ്റ് 400 mm സെൻറ്റർ ടു സെൻറ്റർ. കുറച്ച് സ്പേസിംഗ് ആയിട്ട് 16 mm ഡയബാർസ് അറ്റ് 100 mm സെൻറ്റർ ടു സെൻറ്റർ. പിന്നെ 16 mm ഡയബാർസ് അറ്റ് 200 mm സെൻറ്റർ ടു സെൻറ്റർ.